നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഹമാസ് യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ അമേരിക്കയുടെ നിർദ്ദേശം. യുദ്ധം നീണ്ടുപോകാനാകില്ല. ഇക്കാര്യത്തിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം എത്രയും വേഗം ഹമാസിന്റെ ഭീകരവാദികളെ തീർക്കുക എന്ന് തന്നെയാണ്. ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങളെ രൂക്ഷമായി ആക്രമിക്കുന്ന ഇസ്രായേലിന് ഇത് നൽകിയിരിക്കുന്ന പുത്തനുണർവാണ്. ഇനി പരമാവധി വേഗത്തിൽ ഗാസയിലെ എല്ലാ ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളെയും തച്ചു തകർക്കാനുള്ള നീക്കം തുടങ്ങിയിരിക്കുന്നു ഇസ്രായേലിന്റെ പോരാളികൾ. ജോ ബൈഡൻ അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പാലസ്തീൻ അനുകൂലികൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു. ഇതിന് മറുപടിയായിട്ടാണ് ജോ ബൈഡൻ ഇക്കാര്യം വ്യക്തമാക്കിയത്. അധികകാലം നീണ്ടുപോകില്ല ഗാസയിലെ യുദ്ധം. ആ ഗാസയിലെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ താൻ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നു. ഇസ്രായേലിന് ഇത് വലിയൊരു പിന്തുണ തന്നെയാണ്. കാരണം ഇസ്രായേലും ഈ യുദ്ധം നീണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു പ്രതിരോധം ഇപ്പോൾ ഗാസയിലെ ഒരു മേഖലയിലും ഹമാസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഹമാസിനെ ഏറെക്കുറെ ഇല്ലായ്മ ചെയ്തതിന് തുല്യമാണ് ഇപ്പോൾ ഗാസയിലെ അവസ്ഥ. എന്നാൽ ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ കരമാർഗം ഹമാസിന്റെ തീവ്രവാദികൾ നിറയൊഴിക്കുന്നുണ്ട് ഇസ്രായേൽ സേനയ്ക്ക് നേരെ. അവരെയൊക്കെ ഒന്നൊന്നായി കൊന്നൊടുക്കുന്നുമുണ്ട് ഇസ്രായേൽ സേന. നേരിട്ടൊരു കരയുദ്ധം അത്ര ശക്തമല്ലാത്ത രീതിയിൽ മാത്രമാണ് ഇസ്രായേൽ സേന നേരിടുന്നത്. എന്നാൽ ബങ്കറുകൾക്കുള്ളിൽ ഇപ്പോഴും ആയിരക്കണക്കിന് ഹമാസിന്റെ ഭീകരവാദികൾ അവശേഷിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇസ്രായേൽ സേനയുടെ കണക്കുകൂട്ടൽ. അത്തരത്തിൽ അവശേഷിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികളെ കൂടി കൊന്നൊടുക്കിയാൽ മാത്രമേ ഗാസയിലെ തങ്ങളുടെ ഓപ്പറേഷൻ പൂർണ്ണമാകൂ എന്ന് ഇസ്രായേലിന് വ്യക്തമായി അറിയാം. അതിനുവേണ്ടിയുള്ള വലിയ നടപടികളിലേക്ക് ഇസ്രായേൽ പോകുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്നാൽ ബങ്കറുകൾക്കുള്ളിൽ കടന്ന് ഈ ഭീകരവാദികളെ കൊന്നൊടുക്കുക അത്ര നിസ്സാരമല്ല, അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ അതിന് പല തന്ത്രങ്ങളും പയറ്റുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെ ബങ്കറുകൾക്കുള്ളിലേക്ക് ഉപ്പുവെള്ളം പമ്പ് ചെയ്ത് വിടുന്നതിനുള്ള നടപടികൾ ഇസ്രായേൽ സേന ആരംഭിച്ചിരുന്നു. അത് ഏറെക്കുറെ വിജയിക്കുകയും ചെയ്തു. എന്നാൽ എല്ലായിടത്തും ഇത്തരത്തിൽ കടൽ വെള്ളം പമ്പ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ബങ്കറുകൾക്കുള്ളിലേക്ക് ബോംബുകളും റോക്കറ്റുകളും വർഷിക്കുന്നതിനുള്ള ചില ശ്രമങ്ങളും ഇസ്രായേൽ സേന നടത്തിയിരുന്നു. ചിലയിടങ്ങളിൽ ഒരു പരിധി കടന്ന് നേരിട്ട് ഇറങ്ങി അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഗാസയിലെ ഖാൻ യൂനിസിൽ അടക്കമുള്ള ഇടങ്ങളിൽ ബങ്കറുകൾക്കുള്ളിൽ ഇറങ്ങി ആദ്യമായി ഇസ്രായേൽ സേന ആക്രമണം നടത്തിയെന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നിരുന്നു. ബങ്കറുകൾക്കുള്ളിലുള്ള ദൃശ്യങ്ങളടക്കം ഇസ്രായേൽ സേന ചിത്രീകരിച്ച ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അങ്ങനെ ബങ്കറുകളിൽ ബോംബിട്ടും ബങ്കറുകൾക്കുള്ളിലേക്ക് റോക്കറ്റ് അയച്ചും നിരവധി ഹമാസിന്റെ ഭീകരവാദികളെ കൊന്നൊടുക്കിയിരിക്കുകയാണ് ഇസ്രായേൽ സേന. ഗാസയിൽ യുദ്ധം കൂടുതൽ രൂക്ഷമാകുമ്പോൾ കൊല്ലപ്പെടുന്നതിൽ നിരവധി പേർ ഹമാസിന്റെ ഭീകരവാദികളാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കൊല്ലപ്പെടുമെന്ന ഭീതിയിൽ തന്നെ രക്ഷപ്പെടുത്തി പലായനം ചെയ്യുന്ന ഹമാസിന്റെ ഭീകരവാദികളുണ്ട്. അഭയാർത്ഥി ക്യാമ്പുകളിൽ വേഷം മാറി എത്തുന്ന ഹമാസിന്റെ ഭീകരവാദികളുണ്ട്. എന്നാൽ ഇവരെയൊക്കെ തന്നെ പാലസ്തീനികൾ ഇസ്രായേൽ സേനയ്ക്ക് കാട്ടിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇസ്രായേൽ ഗാസയിൽ വലിയ പാരിതോഷികമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഹമാസിന്റെ ഭീകരവാദികളെ കുറിച്ച് വിവരം നൽകുന്നവർക്ക്, അവരെ സാമ്പത്തികമായി സഹായിക്കുന്നവരെ കുറിച്ച് വിവരം നൽകുന്നവർക്കെല്ലാം തന്നെ വലിയ സാമ്പത്തിക സഹായമാണ് ഇസ്രായേൽ സേന പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ഭീകര കേന്ദ്രങ്ങളെ, ഹമാസിന്റെ ഭീകര നേതാക്കളെ, ഹമാസിന്റെ ഭീകരവാദികളെ ഒക്കെ തന്നെ പാലസ്തീനികൾ തന്നെ ഒറ്റിക്കൊടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. കഴിഞ്ഞ ദിവസം ഗാസയിൽ നടന്ന തിരച്ചിലിൽ ഗാസയിലെ ഹമാസിന്റെ ഏറ്റവും വലിയ ആയുധ നിർമ്മാണ ശാല തന്നെ ഇസ്രായേൽ സേന കണ്ടുകെട്ടി ആ ശാല ബോംബ് വെച്ച് തകർത്തു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഗാസയുടെ വിവിധയിടങ്ങളിൽ, പ്രത്യേകിച്ച് വടക്കൻ ഗാസയിൽ നിരവധി ആയുധ നിർമ്മാണശാലകളാണ് ഇതിനകം തന്നെ ഇസ്രായേൽ സേന കണ്ടെത്തിയിട്ടുള്ളത്. അത്രത്തോളം ആയുധങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ഹമാസ് നിർമ്മിച്ച് ശേഖരിച്ചിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ആയുധ നിർമ്മാണശാലകളും ആയുധ സംഭരണശാലകളും പ്രവർത്തിക്കുന്നത് പ്രധാനമായും പള്ളികളോ സ്കൂളുകളോ അല്ലെങ്കിൽ അനാഥാലയങ്ങളടക്കമുള്ള ആശുപത്രികളോ അടക്കമുള്ളവയ്ക്ക് സമീപത്തായിട്ടാണ്. അല്ലെങ്കിൽ അവയുടെ ഭൂഗർഭ അവയുടെ കീഴിലാണ്
രീതിയിലാണ് ഈ പ്രധാനപ്പെട്ട ആയുധ നിർമ്മാണശാലകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. ഇതിന്റെ കാരണം ഈ ആയുധ നിർമ്മാണശാലകൾ ഉണ്ട് എന്നുള്ളത് ഇസ്രായേൽ തിരിച്ചറിയരുത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇസ്രായേൽ തിരികെ ആക്രമണം നടത്തിയാൽ സ്കൂളുകൾ ആക്രമിക്കുന്നു, ആശുപത്രികൾ ആക്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ പാലസ്തീന് അവരുടെ സഹതാപം പിടിച്ചുപറ്റാം, ഇസ്രായേലിനെതിരെ വലിയ ആരോപണം ഉന്നയിക്കാം. ഇതുകൊണ്ടാണ് ഈ ആയുധ നിർമ്മാണശാലകളും ആയുധ സംഭരണശാലകളും എല്ലാം തന്നെ ഇത്തരം ആശുപത്രിക്കും സ്കൂളുകൾക്കും സമീപത്തായി സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ കൃത്യമായി കണ്ടെത്തുകയാണ് ഇപ്പോൾ ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത്. ഈ ആയുധ നിർമ്മാണശാലകളെയും ആയുധ സംഭരണശാലകളെയും ഒക്കെ തകർത്തു കളഞ്ഞിരിക്കുന്നു ഇസ്രായേലി സേന. കൂടുതൽ ഇടങ്ങളിലേക്ക് അവരുടെ റെയ്ഡ് വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ കൊണ്ട് തന്നെ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാൻ കഴിയുമെന്നാണ് ഇസ്രായേലി സേനയുടെ കണക്കുകൂട്ടൽ. അതേസമയം ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള നടപടികളും ഇസ്രായേൽ ശക്തമാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പശ്ചിമേഷ്യയിൽ പുതിയൊരു ലോകം തീർക്കാൻ ഒരുങ്ങുകയാണ് ഇസ്രായേൽ. ഹമാസിനെ തീർക്കുന്നതിനൊപ്പം ലെബനിലുള്ള ഹിസ്ബുള്ളയെ കൂടി തീർക്കുകയാണ്. ഹിസ്ബുള്ളയുടെ ഉപമേധാവിയെ കഴിഞ്ഞ ദിവസം കൊലപ്പെടുത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ 3-4 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ്. ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെ തച്ചു തകർത്തുകൊണ്ട് പശ്ചിമേഷ്യയിൽ ഭീകരവാദികൾക്കും തീവ്രവാദികൾക്കും ഇടമില്ല എന്ന വലിയ സൂചനയാണ് ഇസ്രായേൽ നൽകുന്നത്. ഭീകരവാദികളെയും തീവ്രവാദികളെയും ഉന്മൂലനം ചെയ്തുകൊണ്ട് ഒരു പുതിയ പശ്ചിമേഷ്യ കെട്ടിപ്പടുക്കുകയാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത്. ഇതിന് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. ആ അമേരിക്കയുടെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇത്രത്തോളം ശക്തമായ ആക്രമണം നടത്തുന്നത്. അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു, ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനാകില്ല. അതായത് നിങ്ങൾക്ക് ഹമാസിനെ തീർക്കണമെങ്കിൽ എത്രയും വേഗം തീർക്കണം. ഈ വിഷയത്തിൽ യുദ്ധം ഇങ്ങനെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ആയുധങ്ങളും വെടിക്കോപ്പുകളും ഞങ്ങൾ നൽകാം. എത്രയും പെട്ടെന്ന് ഹമാസ് എന്ന് പറയുന്ന ആ ശല്യത്തെ പൂർണ്ണമായും ഭൂമിയിൽ നിന്നും ഉന്മൂലനം ചെയ്യുക. ഇതാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. അതായത് ഇതിനർത്ഥം യുദ്ധം കൂടുതൽ രൂക്ഷമാകും. ദിവസങ്ങൾക്കുള്ളിൽ ഗാസയിൽ നിന്നും ഹമാസിന്റെ മുഴുവൻ തീവ്രവാദികളെയും കൊന്നൊടുക്കാനുള്ള വലിയ ഓപ്പറേഷനിലേക്ക് ഇസ്രായേൽ കടക്കുകയാണ്. തെക്കൻ ഗാസയെ പൂർണ്ണമായും പിടിച്ചടക്കിയ ശേഷമാണ് വടക്കൻ ഗാസയിലേക്ക് ഇസ്രായേൽ സേന വലിയ പോരാട്ടം ആരംഭിച്ചത്. വടക്കൻ ഗാസയിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഹമാസിന്റെ ഭീകരവാദികളെ ചെറുത്തുനിൽപ്പുണ്ട്. എന്നാൽ അത് നീണ്ടുപോകുന്നില്ല. അതിനെയൊക്കെ തന്നെ മറികടക്കുകയാണ് ഇസ്രായേലിന്റെ സൈന്യം. ഒരേ സമയം കരയിൽ നിന്നും കടലിൽ നിന്നും വ്യോമമാർഗവുമുള്ള ആക്രമണമാണ് ഗാസയിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ ബോംബുകൾ, 900 ടണ്ണിലധികം ഭാരമുള്ള ബോംബുകൾ, ആ ബോംബുകൾ വർഷിക്കുമ്പോൾ തന്നെ ഭൂമി മുഴുവൻ കുലുങ്ങുന്ന തരത്തിലുള്ള ആഘാതമുണ്ടാകുന്നു. അത്തരം ബോംബുകളാണ് ബങ്കറുകൾ തകർക്കാനായി ഇപ്പോൾ ഇസ്രായേൽ സേന ഉപയോഗിക്കുന്നത്. വ്യോമമാർഗം ഇസ്രായേലിന്റെ സൈനിക വിമാനങ്ങൾ ഇത്തരം കൂറ്റൻ ബോംബുകൾ ഗാസയുടെ ഭൂമിയിലേക്ക് പതിപ്പിക്കുന്നു. അതിൽ തകർന്നടിയുന്നത് ഹമാസിന്റെ കൂറ്റൻ ബങ്കറുകളാണ്. ആ ബങ്കറുകൾക്കുള്ളിൽ ഒളിവിൽ കഴിയുന്ന ഹമാസിന്റെ ഭീകരവാദികൾ ഇതിൽ ചത്തൊടുങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഭീകരവാദികളെ പൂർണ്ണമായും നശിപ്പിച്ച ശേഷം മാത്രമേ യുദ്ധം അവസാനിക്കൂ എന്ന് നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രസിഡന്റ് ഒരു വാർത്താ സമ്മേളനത്തിൽ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് സമ്മർ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ചെറിയ കുട്ടികളെ പോലും, വിദ്യാർത്ഥികളെ പോലും ഈ തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് വഴിതിരിച്ചു വിടാനുള്ള ശ്രമം നടത്തിയതാണ് ഹമാസ്. ഈ ചെറിയ കുട്ടികളെ പോലും, 5-10 വയസ്സുള്ള കുട്ടികളെ പോലും ആയുധങ്ങൾ പരിശീലിപ്പിക്കുന്നു. അവരെ കൊണ്ട് ജിഹാദ് നടത്താനുള്ള ആഹ്വാനം ചെയ്തിരിക്കുന്നു. സ്കൂൾ സമയം കഴിഞ്ഞിട്ട് അവർക്ക് ആയുധ പരിശീലനം നൽകുന്നു. അങ്ങനെ മനുഷ്യത്വഹീനമായ, ഒരു തരത്തിലും മനുഷ്യർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള പെരുമാറ്റവും രീതികളുമാണ് ഹമാസ് പിന്തുടർന്ന് വന്നിരുന്നത്. ഹമാസ് സ്കൂളുകളെയും കുട്ടികളെയും ഈ യുദ്ധത്തിന്റെ മറയാക്കി എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇസ്രായേൽ പുറത്തുവിടുന്നത്. ഇസ്രായേൽ എന്ന രാജ്യം എന്തുകൊണ്ടാണ് ഹമാസിനെ ഇത്രത്തോളം ക്രൂരമായി ആക്രമിക്കുന്നത് എന്നതിന്റെ ഉത്തരങ്ങൾ പല കോണുകളിൽ നിന്ന് ലഭിക്കുകയാണ്. ഇസ്രായേലിലെ പെൺകുട്ടികളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ഹമാസിന്റെ നടപടി പുറത്തു വന്നിരുന്നു. മൃതദേഹങ്ങളെ പോലും പീഡിപ്പിച്ച ഹമാസ് ഭീകരവാദികളുടെ പൈശാചികമായ നടപടിയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അന്നൊക്കെ തന്നെ ഇസ്രായേലിന്റെ ആക്രമണം പോരായിരുന്നു, ഇസ്രായേൽ ഇതിനേക്കാൾ രൂക്ഷമായി ആക്രമിക്കേണ്ടതായിരുന്നു ഹമാസിനെ എന്ന നിലപാടാണ് പല ലോകരാജ്യങ്ങളും സ്വീകരിച്ചത്. ഇപ്പോൾ കുട്ടികളെ പോലും തീവ്രവാദത്തിന് ഉപയോഗിച്ചിരുന്നു, തീവ്രവാദത്തിന്റെ പാതയിലേക്ക് കുട്ടികളെ പോലും തള്ളിവിട്ടിരിക്കുന്നു ഹമാസ് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ ഹമാസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അർഹിച്ച ശിക്ഷ തന്നെയാണെന്നാണ് ലോകം പറയുന്നത്.